നമസ്കാരം. സമഗ്രമായ വാർത്തകളുമായി 24 റൗണ്ട് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. കാസർഗോഡ് മണ്ഡലത്തിലെ മോക്ക് പോളിൽ BJPക്ക് അധിക വോട്ട് ലഭിച്ചെന്ന പരാതിയിൽ കഴമ്പില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വീഴ്ചയുണ്ടായിട്ടില്ലെന്നും മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. പരാതി പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയത്. മോക്ക് പോളിന്റെ ആദ്യ 3 റൗണ്ടിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് UDF ഏജന്റ് ചെർക്കള നാസർ പറഞ്ഞു. ഓരോ സ്ഥാനാർത്ഥികൾക്ക് ഓരോ വോട്ടുകളാണ് പതിപ്പിച്ചത്. എന്നാൽ കാസർകോട്ടെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള BJPക്ക് താമര ചിഹ്നത്തിൽ 2 പ്രിൻറ്റും മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കൊക്കെ ഓരോ പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത്. അതായത് 10 സ്ഥാനാർത്ഥികൾക്ക് 10 പ്രിൻറ്റ് വരേണ്ടതിന് പകരം 11 പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഈ 11 പ്രിൻറ്റ് എന്ന് പറയുന്നത് BJP സ്ഥാനാർത്ഥിക്ക് താമര ചിഹ്നത്തിൽ 2 പ്രിൻറ്റ്. ഇത് കൺട്രോൾ യൂണിറ്റിൽ 10 സ്ഥാനാർത്ഥികൾക്ക് 10 വോട്ട് തന്നെയാണ് വരുന്നത്. എന്നാൽ VVPAT-ൽ വോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുമ്പോൾ അവിടെ 11 പ്രിൻ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൂന്നാമത് ചെയ്തപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത് ചെയ്യുന്നപ്പോൾ കൃത്യമായി 10 സ്ഥാനാർത്ഥികൾക്ക് ഓരോന്ന് വെച്ചിട്ട് 10 പ്രിൻ്റേ വന്നിട്ടുള്ളൂ. ആർ രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ആർക്കെ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നല്ലോ. അതായത് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അധിക വോട്ട് BJPക്ക് കിട്ടുന്നു എന്നതാണ് കാസർഗോഡ് ഈ മോക്ക് പോളിംഗിൽ കണ്ടെത്തിയത്. എന്താണ് ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന വിശദീകരണം? കോടതി ഈ കാര്യത്തിൽ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കോടതി ഈ വിഷയത്തിലെ നടപടികൾ മറ്റൊന്നും സ്വീകരിച്ചിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തിന് ആധാരമായിട്ടുള്ള സംഭവം ADR സമർപ്പിച്ച അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോം സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു ഈ വിഷയം ഉയർന്നു വന്നത്. ഇതിൽ ADR-ന് വേണ്ടിയിട്ടുള്ള വാദങ്ങൾ പ്രശാന്ത് ഭൂഷണാണ് കോടതിയിൽ അവതരിപ്പിച്ചത്. ആ ഘട്ടത്തിൽ പ്രശാന്ത് ഭൂഷണാണ് ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. മാധ്യമങ്ങളിൽ വന്ന ചില വാർത്തകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പരാമർശം ഉണ്ടായത്. കാസർഗോഡ് ഉണ്ടായ സംഭവം അത് BJP സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ട് ലഭിച്ചു എന്ന് തെളിയിക്കുന്നു എന്നതാണ്. ഈ ADR സമർപ്പിച്ചിരിക്കുന്ന ഹർജി VVPAT റെസിപ്റ്റുകൾ മൊത്തം എണ്ണണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതിനെ വേണ്ടിയിട്ടുള്ള ഒരു തെളിവെന്ന രീതിയിലാണ് അദ്ദേഹം ഈ വാദം മുന്നോട്ട് വെച്ചത്. ആ ഘട്ടത്തിൽ കോടതി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അഭിഭാഷകൻ ഈ വിഷയത്തിൽ തൻ്റെ പക്കൽ ഇപ്പോൾ വിവരമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും പരിഗണിച്ചു. അപ്പോഴാണ് കോടതി അന്നേരം കോടതിയിൽ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ VVPAT-മായി ബന്ധപ്പെട്ടിട്ടുള്ള വിഭാഗത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹമാണ് കാസർഗോഡ് ജില്ലാ കളക്ടറിൽ നിന്നും ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരം കിട്ടി. മാധ്യമ വാർത്തകൾ തെറ്റായിരുന്നു, ആ വിധത്തിൽ ഇതിനെ എടുക്കാനായി സാധിക്കില്ല, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പൂർത്തിയാക്കി അത് ഈ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരടക്കം ഒപ്പിട്ട് നൽകിയിട്ടുള്ളത് അടക്കമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ ആക്ഷേപം ഉന്നയിച്ചതിൽ അർത്ഥമില്ലെന്ന് പറഞ്ഞു കോടതി തുറന്ന്. എന്നാൽ ആ ഘട്ടത്തിൽ പ്രശാന്ത് ഭൂഷൺ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു എതിരഭിപ്രായം പിന്നീട് പറയാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ആ നിലപാട് രേഖപ്പെടുത്തിക്കൊണ്ട് കോടതി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഫലത്തിൽ ആ സംഭവം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ഈ കേസിന്റെ ഭാഗമായി പരാമർശിക്കപ്പെട്ടത് ഇതോടുകൂടി അവസാനിച്ചു. ഗോപി. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ. പഞ്ചസാര കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ച പ്രമേഹം കൂടുതലാണെന്ന് വരുത്തി തീർക്കാൻ അരവിന്ദ് കെജ്രിവാൾ ശ്രമിക്കുന്നുവെന്ന് ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദിച്ചു. ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് EDയുടെ ഈ ആരോപണം. രാധാകൃഷ്ണൻ തന്നെയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ഉണ്ടാർക്കെ. ഇത് വളരെ വിചിത്രമായ ഒരു ആക്ഷേപമാണല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് കോടതിയിൽ വാദമായി ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് അരവിന്ദ് കെജ്രിവാൾ സ്വയം രോഗി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയെ പെരുപ്പിച്ചു കാട്ടാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ രോഗം വരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെയാണോ ED കോടതിയിൽ പറയുന്നത്?
ആണ് ഗോപി. അത് അങ്ങനെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ രക്തത്തിലെ ഈ പഞ്ചസാരയുടെ അളവ് അത് ഉയരുകയാണ് എന്ന വിധത്തിൽ ഉള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായിട്ട്, അത് വിചാരണ കോടതിയിൽ മാത്രമല്ല പല കോടതികളിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ആരോഗ്യപരമായ അദ്ദേഹം വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുത്തി തീർക്കാനായിട്ടാണ് അങ്ങനെയുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നത്. ഇത് ഇ ഡി ഇന്ന് കോടതിയിൽ പറഞ്ഞത് അരവിന്ദ് കെജ്രിവാളിന് അസുഖങ്ങളൊന്നും മറ്റൊന്നും ഇല്ല, അദ്ദേഹം സ്വയം വരുത്തി വയ്ക്കുന്ന അസുഖങ്ങൾ ആണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം ഈ സ്വയം അസുഖങ്ങൾ വരുത്തി വയ്ക്കുന്നതിന് കാരണം ജാമ്യം ലഭിക്കുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം ചെയ്യുന്നത് പഴുത്ത മാങ്ങ ഒരുപാട് തുടർച്ചയായിട്ട് കഴിക്കുന്നു, മറ്റെല്ലാ ഭക്ഷണങ്ങളും മാറ്റി പഴുത്ത മാങ്ങ കഴിച്ച് ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ജാമ്യം ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത്. അല്ലാതെ മറ്റേതെങ്കിലും ഒരു അസുഖം അദ്ദേഹത്തിന് ഉള്ളതായി ബോധ്യമില്ല എന്നാണ് ഇ ഡി പറഞ്ഞത്. കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ആർ കെ വിശദീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. താൻ BJPയെ നിരന്തരമായി എതിർക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിമർശിക്കുകയാണ്. എതിർക്കുന്നവരെ BJP വേട്ടയാടും. എന്നാൽ കേരള മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ ഒരന്വേഷണവും നടത്തിയില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. Why is none of this happening to the Chief Minister of Kerala? Why is his membership not being taken away? Why is his house not being taken away? Why is he not being interrogated by the ED, CBI and all these? Two Chief Ministers are in jail. How come none of this is happening to the Chief Minister of Kerala? And the second question, I am 24/7 attacking the BJP and the Chief Minister of Kerala is 24/7 attacking me. So this is a bit puzzling. He says he is fighting ideological battle against the BJP. But I know the BJP, because when you fight ideological battle against the BJP, they attack you with everything they have. But there is no attack on the Chief Minister of Kerala. It is not that there are no issues. There are corruption issues. So this is something the people of Kerala should think about. If someone is attacking the BJP will attack him 24/7. Will disturb him 24/7. Will have ED, CBI, everything behind him 24/7. സജോ ദേവസ്യ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. സജോ, കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങുന്നില്ല എന്ന പ്രശ്നം അവതരിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറയാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയം എന്താണ്? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണ പരിപാടികളിൽ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച് പ്രസംഗിച്ചിരുന്നു. ഏതായാലും അതിൻ്റെ തുടർച്ച അല്ലെങ്കിൽ അതിൻ്റെ മറുപടി കൂടി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ ഭാഗമായി എന്ന് വേണം കരുതാൻ. കണ്ണൂരിൽ അദ്ദേഹം UDFൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് പങ്കെടുത്ത് സംസാരിച്ചത്. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചാണ് പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത്. അതിൽ പ്രധാനമായും പറഞ്ഞത് താൻ 24 മണിക്കൂറും BJPക്കെതിരെ പോരാടുന്ന ആളാണ്, BJP എതിർക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ സമയവും തന്നെ വിമർശിക്കാൻ ചിലവഴിക്കുന്നു. രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. പക്ഷേ കേന്ദ്ര ഏജൻസികൾ EDയോ CBIയോ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യുകയോ അന്വേഷണത്തിന്റെ ഭാഗമാക്കുകയോ ചെയ്യുന്നില്ല. അത് ആശ്ചര്യജനകമാണ്. അങ്ങനെ 2 മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുന്നു, പക്ഷേ മുഖ്യമന്ത്രിക്ക് മാത്രം ഒന്നും സംഭവിക്കുന്നില്ല. ആശയപരമായി BJP എതിർക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ആശയപരമായി BJP എതിർത്തതിൻ്റെ പേരിൽ തനിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു, തന്നെ വേട്ടയാടി, തനിക്ക് അയോഗ്യത വന്നു, ഔദ്യോഗിക വസതി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ നിരന്തരമായി വേട്ടയാടുന്നു BJP. അങ്ങനെ അവരെ വിമർശിക്കുന്നവരെ നിരന്തരമായി വേട്ടയാടും. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാര്യത്തിൽ മാത്രം ഇതൊന്നും സംഭവിക്കുന്നില്ല. 2 മുഖ്യമന്ത്രിമാർ ജയിലിലാകുമ്പോഴും അദ്ദേഹം ജയിലിലാകുന്നില്ല, അദ്ദേഹത്തെ ഏതെങ്കിലും അന്വേഷണത്തിൻ്റെ ഭാഗമാക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് അദ്ദേഹം പ്രസംഗത്തിൻ്റെ ഭാഗമാക്കിയത്. ഇതേ വിമർശനം തന്നെ പാലക്കാട് പരിപാടിയിലും അദ്ദേഹം ആവർത്തിച്ചു എന്നതും ശ്രദ്ധേയമാണ്. കോഴിക്കോട് നന്മണ്ടയിൽ ബൈക്കിന് മുകളിൽ മരം വീണ് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. കുറ്റിച്ചിറ സ്വദേശി അഷ്റഫിനാണ് പരിക്ക് പറ്റിയത്. കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ നന്മണ്ടയ്ക്ക് സമീപം ഗതാഗത തടസ്സമുണ്ടായി. രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. രാഹുൽ, ഈ ബൈക്കിന് മുകളിലേക്ക് മരം വീണാണോ നന്മണ്ടയിലെ അപകടം? ബൈക്ക് യാത്രികന്റെ പരിക്ക് എത്രത്തോളം സാരമുള്ളതാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപി, കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ നന്മണ്ടയിലാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് മുകളിൽ മരം കടപുഴകി വീഴുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരനായ കുറ്റിച്ചിറ സ്വദേശി അഷ്റഫിനാണ് പരിക്കേറ്റിട്ടുള്ളത്. അഷ്റഫിന്റെ തുടയെല്ലിലാണ് ഗുരുതര പരിക്കേറ്റിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബാലുശ്ശേരി ഭാഗത്തു നിന്നും ഇയാൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്നു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി മരം കടപുഴകി വീഴുന്നത്. പ്രദേശത്ത് മഴയോ കാറ്റോ ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയാണ് മരം
കടപുഴകി വീണത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അല്പനേരം ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഈ മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഈ മരത്തിനടിയിൽപ്പെട്ട് ഈ സ്കൂട്ടർ ഭാഗികമായി തകർന്നിട്ടുമുണ്ട്. ഗോപി. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയയ്ക്ക് ആശ്വാസമില്ല. ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി 26 വരെ നീട്ടി. ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതാണ് നടപടി. ആർ രാധാകൃഷ്ണനുണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ. ആർക്കെ, ഈ മദ്യനയ അഴിമതി കേസിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയ്ക്ക് ഇത്തവണയും ജാമ്യമില്ല. ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി 26 വരെ നീട്ടിക്കൊണ്ടുള്ള തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? തീർച്ചയായിട്ടുമാണ് ഗോപി. ഇന്നും മനീഷ് സിസോദിയയ്ക്ക് ആശ്വാസമില്ല. മനീഷ് സിസോദിയ സമർപ്പിച്ച തന്റെ ഭാര്യയുടെ അസുഖമടക്കമുള്ള കാര്യങ്ങൾ അത് ജാമ്യം നൽകാൻ വേണ്ടിയിട്ട് പര്യാപ്തമാകുന്ന ഒന്നല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 26-ാം തീയതി വരെ അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും പല കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് എന്ന നിലപാടിലായിരുന്നു അന്വേഷണ ഏജൻസികളുടെ അഭിഭാഷകർ സ്വീകരിച്ച നിലപാട്. ഇതും കോടതിയെ സ്വാധീനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി തീരുമാനം പ്രഖ്യാപിച്ചത്. ശരി, ആർക്കെയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്? സംസ്ഥാനത്ത് ഇന്നും നാളെയും വേനൽ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലക്സറ മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അലക്സ്, ഈ ചൂടിനൊരു ശമനം ഉണ്ടാകുമെന്നാണോ? എന്താണ് വേനൽ മഴയുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ നിരീക്ഷക കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്? അലക്സ്, എന്തൊക്കെയാണ് ഈ മഴയ്ക്കുള്ള സാധ്യത സംബന്ധിച്ച് വരുന്ന വിവരങ്ങൾ? ഗോപി, സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങൾ, അടുത്ത 5 ദിവസവും പരക്കെ വേനൽമഴ ലഭിക്കാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഇന്നൊക്കെ മഴ ഉണ്ടാകും, ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നാളെ 3 ജില്ലകൾ, വടക്കൻ കേരളത്തിൽ മഴ നാളെ ശക്തിപ്പെടുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. വേനൽമഴ ശക്തിപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് യെല്ലോ മുന്നറിയിപ്പ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മഴയ്ക്കൊപ്പം ഇടിമിന്നലിന് കൂടി സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിപ്പിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന്. മറ്റൊന്ന് തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള തീരത്ത് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രത, മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പുലർത്തണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും മറ്റ് തടസ്സമില്ല എന്നും അറിയിക്കുന്നുണ്ട്. ഗോപി, ഈ വേനൽമഴ ശക്തമാകുമെന്ന് പറയുമ്പോഴും സംസ്ഥാനത്ത് പല ജില്ലകളിലും ഇപ്പോഴും ഉയർന്ന താപനില തുടരാനുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഇന്ന് താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. 21-നും 22-നും കൊല്ലം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ എന്താണെങ്കിലും അടുത്ത ഒരാഴ്ച കാലത്തേക്ക് വേനൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നാളെ വടക്കൻ കേരളത്തിലെ 3 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. അലക്സറ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മലയാളി ലോങ് ജമ്പ് താരം എം ശ്രീശങ്കർ പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറി. പരിശീലനത്തിനിടെ കാൽമുട്ടിന് പരിക്കേറ്റതാണ് താരത്തിന് തിരിച്ചടിയായത്. പരിക്ക് മൂലം ദീർഘനാൾ കളത്തിന് പുറത്തായിരുന്ന ശ്രീശങ്കർ പരിശീലനം പുനരാരംഭിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. വിദഗ്ധ ചികിത്സയ്ക്കായി ഉടൻ താരം ദോഹയിലേക്ക് പുറപ്പെടും. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും വെള്ളി മെഡൽ നേടിയ ശ്രീശങ്കർ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകളിൽ ഒന്നായിരുന്നു. പ്രതീക്ഷ കൈവിടാതെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കാത്തിരിക്കുകയാണെന്ന് ശ്രീശങ്കറിന്റെ അമ്മ ബിജിമോൾ 24-നോട് പറഞ്ഞു. ഒരു ചെറിയ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് റീഹാബിന് സമയം എടുക്കും എന്നുള്ളതാണ് അറിയുന്നത്. അതുകൊണ്ട് ഒളിമ്പിക്സിന് പങ്കെടുക്കുക ആ സമയമാകുമ്പോഴത്തേക്കും റിക്കവർ ആകുമോയെന്ന് പൂർണ്ണമായിട്ട് പറയാൻ ഇപ്പോൾ സാധിക്കില്ല. ഇപ്പോഴത്തെ ഇനിഷ്യൽ സ്റ്റേജിൽ കുറച്ച് റെസ്റ്റ് വേണ്ടി വരും. കാരണം അതുകൊണ്ട് നമുക്ക് പുതിയ പ്രതീക്ഷ കുറവാണ്. എങ്കിലും ഒരു മിറക്കിളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പൂർണ്ണമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഡോക്ടർ ഫൈനലായിട്ട് അത് എത്ര മാസം വേണ്ടി വരും റെസ്റ്റ് എന്നുള്ളത് ഡോക്ടർ പറഞ്ഞാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. കൊട്ടാരക്കര സ്വയംവര സിൽക്സിന്റെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മെഗാ ഷോ വൈകിട്ട് 6 മണിക്ക് നടക്കും. കൊട്ടാരക്കര MGM സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തുന്ന സ്വയംവര ഫ്ലവേഴ്സ് ഉത്സവിൽ ചലച്ചിത്ര ടെലിവിഷൻ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. ഫ്ലവേഴ്സ് TVയുമായി ചേർന്ന് നടത്തുന്ന പരിപാടിയുടെ അവസാനവട്ട ഒരുക്കത്തിലാണ് സംഘാടകർ. കൊട്ടാരക്കരയിൽ നിന്ന് സലീം മാലിക്കുണ്ട് വിവരങ്ങളുമായി. സലീം, 6 മണിക്കാണല്ലോ പരിപാടി. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളുമായോ? ഏതൊക്കെ പ്രമുഖരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുക?
ഗോപി, ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന പരിപാടിക്കുള്ള അവസാനവട്ട ഒരുക്കത്തിലേക്കാണ്. അത് കൊട്ടാരക്കര കണ്ട ഏറ്റവും വലിയൊരു ഇവന്റ് എന്ന നിലയിൽ തന്നെ സംഘടിപ്പിക്കണം എന്നുള്ളതാണ് ഇവിടെ ഈ സംഘാടകർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ആ നിലയിലുള്ള സർവ്വ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും അവസാനവട്ട പ്രാക്ടീസും ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വലിയ നിലയിലുള്ളൊരു ഗ്രൗണ്ട്, അത് ഏകദേശം ഒരേ സമയം 5000 പേരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു ഗ്രൗണ്ട്, വലിയ വേദി, അത് ഒരു ബ്രഹ്മാണ്ഡ വേദി ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും സിനിമാ താരം ജയറാം, ഒപ്പം തന്നെ സിനിമാ രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ മല്ലിക സുകുമാരൻ, ഒപ്പം രമേശ് പിഷാരടി, അഖിൽ മാരാർ, 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര TV രംഗത്തെ പല പ്രമുഖരും ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഫ്ലവേഴ്സിനൊപ്പം ചേർന്നാണ് ഈ ഉത്സവ് എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി സ്വയംവര സംഘടിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് രാവിലെ ഈ സ്വയംവര സിൽക്സിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞിരുന്നു. അത് മന്ത്രി കെ ബാലഗോപാലാണ് നിർവഹിച്ചത്. കൊട്ടാരക്കരയിൽ 10 വർഷം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ സ്വയംവര ഇത്തരത്തിൽ ഈ ഷോറൂം നവീകരിക്കുകയും ഒപ്പം ഒരു വലിയ ഇവന്റ് കൊട്ടാരക്കരക്കാർക്കായി, അവർക്ക് വലിയ നിലയിലുള്ള ലാഭം നേടിക്കൊടുത്ത കൊട്ടാരക്കരയ്ക്കായി ഒരു വലിയ ഇവന്റ് സംഘടിപ്പിച്ചു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ പ്രേക്ഷകരെ പ്രവേശിപ്പിച്ചു തുടങ്ങും. അതിനുള്ള സജ്ജീകരണങ്ങളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഈ സംഘാടകർ നിലവിലുള്ളത്. ഗോപി, ശരി. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് കൊട്ടാരക്കരയിൽ നിന്ന്. വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചിയിലേക്കും വരുന്നു. ഈ മാസം 21 മുതൽ സർവീസ് ആരംഭിക്കും. അരമണിക്കൂർ ഇടവേളയിൽ ഹൈക്കോർട്ട് ജംഗ്ഷൻ ഫോർട്ട് കൊച്ചി റൂട്ടിലാണ് സർവീസ് നടത്തുക. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് വിവരങ്ങൾ? വാട്ടർ മെട്രോ സർവീസ് നീട്ടണമെന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഈ മാസം 21-ന് സർവീസ് ആരംഭിക്കും. അതിന്റെ ട്രയൽ റൺ ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഫോർട്ട് കൊച്ചി പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഹബ്ബാണ്. വാട്ടർ മെട്രോ കൂടി സജീവമാകുന്നത് അങ്ങോട്ടേക്ക് എത്തുന്ന ഈ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുമെന്നാണ് ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പ്രതികരിക്കുന്നത്. ഒരുപക്ഷെ ഔദ്യോഗിക ഉദ്ഘാടനം തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കാണില്ല. എന്നിരുന്നാൽ പോലും 21-ാം തീയതി തന്നെ സർവീസ് ആരംഭിക്കും. അരമണിക്കൂർ ഇടവിട്ടായിരിക്കും ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ടേക്ക് ബോട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ട്രയൽ റണ്ണും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഗോപികൃഷ്ണൻ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. 24 റൗണ്ട് അപ്പ് ഇവിടെ പൂർത്തിയാവുകയാണ്.